നടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ വികസന വിജ്ഞാന സദസ്സ്, ആദരവ്, എക്സിബിഷൻ, ലൈബ്രറിയന് യാത്രയയപ്പ്, സമ്മാനദാനം എന്നിവ നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA സജിത ഉദ്ഘാടനം ചെയ്തു. വികസന വിജ്ഞാന സദസ്സ് കേരളത്തിന്റെ ചരിത്രവും വികാസവും എന്ന വിഷയത്തെക്കുറിച്ച് കലക്ടർ സംസാരിച്ചു. സംസ്ഥാനതലത്തിൽ തായ്ക്കൊണ്ട ഇനത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ അദ്വിക രാജിന് ഗ്രന്ഥശാല മുഖ്യ രക്ഷാധികാരി ധനഞ്ജയൻ K മച്ചിങ്ങൽ ആദരവ് നൽകി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം VV ചിദംബരം മാസ്റ്റർ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, ലൈബ്രറിയൻ ഷാരി ജിഷാന്തിനെ ഉപഹാരം നൽകി. ഗ്രന്ഥശാല പ്രസിഡന്റ് PP വിനോദ് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി PV ദിലീപ് കുമാർ, വനിതാവേദി സെക്രട്ടറി K നസീമ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വായന എന്നുള്ള രീതിയിലോട്ട് മാത്രം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയല്ല ഗ്രന്ഥശാല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ലൈബ്രറി എന്ന കൺസെപ്റ്റോട് കൂടി പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷെ അവിടെ ലൈബ്രറി ഈ വായന മാത്രമല്ല, ഗ്രന്ഥശാല എന്ന് പറയുന്നത് നമ്മുടെ വികാസത്തിനാവശ്യമായിട്ടുള്ള, അതായത് ജനങ്ങളുടെ, എനിക്കിവിടെ ചേട്ടനിൽ നിന്നും ദിലീപേട്ടനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വനിതാവേദിയുടെ ഒരു സെക്രട്ടറിയുടെ പേര് നസീമത്തയുടെ പേര് പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ബാലവേദി ഉണ്ട്, വയോജനവേദി ഉണ്ട്, യുവജനവേദി ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വേദി യുവജനങ്ങളെ കിട്ടാനാ പണി എന്നാ പറഞ്ഞത്. ബാക്കി എല്ലാവരും വളരെ ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. അപ്പം വിവിധങ്ങളായിട്ടുള്ള വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ആളുകളുടെയും വിവിധങ്ങളായിട്ടുള്ള കലാശേഷികളും കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാകണമെന്ന് ഗ്രന്ഥശാലകൾ. അതല്ല അങ്ങനെയല്ലേ?